നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് വ്യത്യസ്തമായ ഒരു രീതിയിലുള്ളൊരു പെർഫ്യൂമാണ്. ഇത് അംബർ പെർഫ്യൂമാണ്. അംബറി പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം നിങ്ങൾക്ക് ആ ഒരു മണം ഞാൻ പരിചയപ്പെടുത്തി തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ഈ ബിസ്ക്കറ്റ്, വനില, ആ ടൈപ്പ് ഓഫ് കാറ്റഗറി വരുന്ന ഒരു സ്മെല്ലുകളുണ്ടല്ലോ, അതുപോലത്തെ ഒരു സ്മെല്ലാണ് ഈ അംബർ സ്മെല്ലെന്ന് പറയുന്നത്. അപ്പം നല്ല വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു അംബർ വാനില ഫ്രാഗ്രൻസ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോണത്. അതെന്ന് പറഞ്ഞാൽ മെയ്സൺ ഫ്രാൻസിസ് കുർട്ടിജാൻ എന്ന് പറയുന്ന പെർഫ്യൂമറുടെ ഗ്രാൻഡ് സോവാർ ആണത്. ഗ്രാൻഡ് സോവാർ എന്ന് പറയും. കേട്ടോ, ഇതാണ് ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ വരുന്നത്. ഇങ്ങനെയാണ്, നിങ്ങൾക്ക് കാണാമോ? ഇതാണ് ഇതിൻ്റെ പാക്കേജ് വരുന്നത്. ഗ്രാൻഡ് സോവാർ ഇങ്ങനെയൊരു ബോട്ടിലിനകത്ത്, ഇങ്ങനെയൊരു ബോക്സിനകത്താണ് വരുന്നത്. ബാക്കിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ഗോൾഡൻ കളറിലായിരിക്കും, അതിൽ MFK എന്നിങ്ങനെ എഴുതിയിട്ടുണ്ടാവും. കണ്ടോ, MFK എന്ന് എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ അടിയിൽ ബാച്ച് കോഡ് കാര്യങ്ങൾ, ഇതിപ്പം എൻ്റെ ബാച്ച് കോഡ് എന്ന് പറയുന്നത് കാണാം. എൻ്റെ ബാച്ച് കോഡ് ഇതാണ്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ താഴെ എഴുതിയിരിക്കുന്നുണ്ട്, ഈ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതാണ് ബാച്ച് കോഡ്. ഇതാണ്. ഇപ്പം ഇതുണ്ട്, ഈ ഫ്രാഗ്രൻസ് ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കുകയാണ്. ഇതിനകത്തൊന്നും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു ബോക്സും കൂടെ ഉണ്ട് വരുന്നത്. ഈ ബോക്സിനകത്തൊന്നും കൂടെ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇതുണ്ടോ, ഇത് ഫുള്ളി ഇതിനകത്ത് ഗോൾഡനാണ്. ആ ഗോൾഡൻ ഇതിലിങ്ങനെ പെർഫ്യൂം വെച്ചേക്കുക. ഈ ജ്യൂസ് നിങ്ങൾ കണ്ടോ, ഈ ജ്യൂസിൻ്റെ പോലെ തന്നെയാണ് ഈ ഫ്രാഗ്രൻസിൻ്റെ സ്മെല്ലും വരുന്നത്. ഇതുണ്ട്, ഇതാണ് ബോട്ടിൽ ഇവിടെ MFK എന്ന് എഴുതിയിട്ടുണ്ട്, H ചെയ്തിരിക്കുക ഗ്ലാസ്സിൽ. ഫ്രാൻസിസ് കുർട്ടിജാൻ. ഇത് ശരിക്കും സൂക്ഷിച്ചോണം വാങ്ങിക്കുമ്പം. ഡൂപ്സ് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. കാരണം അവർക്ക് ഒരൊറ്റ ബോട്ടിൽ വിട്ടാൽ കിട്ടുന്നത് 10-30,000 രൂപയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നത്, ഇതുണ്ട്, ഈ ഫ്രാൻസിസ് കുർട്ടിജാൻ്റെ ഫ്രാഗ്രൻസസിൽ ബാച്ച് നമ്പർ ഇത് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടാവും. കണ്ടോ, ഈ ഡ്യൂപ്സ് വരുന്നതിനകത്ത് ആ ബാച്ച് നമ്പർ അവിടെയല്ല, അവന്മാർ വേറെ എവിടെയെങ്കിലുമൊക്കെ എഴുതാറുണ്ട്. പിന്നെ ഇത് ഈ MFK ഈ സാധനമൊക്കെ ഗ്ലാസ്സിൽ ഇങ്ങനെ H ചെയ്ത്, ഇത് ഇങ്ങനെ H ചെയ്യുന്നതെന്നാണോ ഇതിന് പറയുന്നത് അറിയത്തില്ല, ഗ്ലാസ്സിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്തിരിക്കും. ഇതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കാം, ബട്ട് ഇതെല്ലാം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. പിന്നെ ഇതുണ്ട്, ഈ ഒരു ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അകം കണ്ടോ, അകത്തും ഇങ്ങനെ MFK എന്ന് എഴുതിയിട്ടുണ്ട്. അറ്റോമൈസർ കണ്ടോ. ഞാൻ ഇത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നതിൻ്റെ കാര്യം എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മേടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കളിപ്പ് പറ്റാതിരിക്കാൻ. കേട്ടോ, ദൂരാൻ പറ്റുമോ? അതേതുണ്ട്, ഇങ്ങനത്തെ അറ്റോമൈസർ കേട്ടോ. കണ്ടോ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമുക്ക് ഒരു സ്പ്രേ കൊടുത്ത് നോക്കാം കയ്യിലോട്ട്. അറ്റോമൈസർ തിരിച്ചിടണം. കണ്ടോ, നല്ല അറ്റോമൈസറാണ്. ആ ഒരു ഇതുണ്ടോ, സ്പ്രേയർ ഉണ്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരീസിലെ ഗ്രാൻഡ് പാർട്ടികളും അങ്ങനെ നക്ഷത്രങ്ങളൊക്കെ ഉള്ള ആ ഒരു ലൈറ്റും ഒക്കെയാണ്. പാരീസിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, പാരീസ് നഗരം ഫുള്ള് ലൈറ്റ്സിന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നഗരമാണ്. നിങ്ങൾക്ക് എവിടെ പോയാലും ആ ഒരു പാരീസിൻ്റെ ആ ഒരു ഒരു രാത്രിയിലത്തെ ആ ഒരു വാം വെളിച്ചവും സ്റ്റാർലിറ്റ് സ്കൈസും അവിടുത്തെ പാർട്ടീസും ഒക്കെ തീമാക്കിയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണിത്, ഈ ഗ്രാൻഡ് സോവാർ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റാണ്, സ്വീറ്റ് അംബറി ടച്ചാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ നോട്ട്സ് വരുന്നത് ലബ്ഡനം, മുകളിൽ അംബർ വാനില പൗഡറി സ്വീറ്റ് ഫ്രാഗ്രൻസ് എന്ന് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മേളിൽ വരുന്നത് സ്പാനിഷ് ലബ്ഡനം വിത്ത് ഓറഞ്ചാണ്. അപ്പം ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഓറഞ്ചായിട്ടൊന്നും മണക്കത്തില്ല. ലബ്ഡനം എന്ന് പറഞ്ഞാൽ ഒരുതരം റെസിൻ പോലത്തെ ഒരു സാധനം. അതിൻ്റെ താഴോട്ട് ലവൻഡറും ബെൻസോയിനും അതിനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കും. ലവൻഡറിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് ഇങ്ങനെ ബാക്കിൽ നേരിയതായിട്ടുണ്ട്. പിന്നെ അംബർ വനില ടോങ്കബീനൊക്കെ ഇവർ ബ്രസീലിൽ നിന്നാണ് വരുത്തിയെന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബ്രസീലിയൻ ടോങ്കബീൻ കുറച്ചും കൂടി ഒരു സവിശേഷത കൂടിയത് വല്ലതായിരിക്കും.
പിന്നെ മസ്ക് ഉണ്ട്, സിഡർ വുഡ്, സ്ലൈറ്റ് വുഡി ബേസും ഉണ്ട്. നമുക്ക് ഒന്നുകൂടി അടിച്ചു നോക്കാം. ഇത് EDP കോൺസെൻട്രേഷനാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഒരു പെർഫ്യൂമറിയിൽ ഒരു വൺ ഓഫ് ദ മാസ്റ്റർ പീസായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ അംബർ ഫ്രാഗ്രൻസ് ഈ രീതിയിൽ സ്വീറ്റാക്കി ഈ വനിലയായിട്ട് റൗണ്ട് അപ്പ് ചെയ്തെടുക്കുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. പാടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം കണ്ടുപിടിച്ചവന്, ഇതിൻ്റെ ക്ലോൺ ഇറക്കുന്നവർക്ക് അത്രയും പാടില്ല. കാരണം അവർക്കൊന്നെങ്കിൽ ഈ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ട്സ് കിട്ടും, അതങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ആദ്യം ഫ്രാഗ്രൻസ് കണ്ടുപിടിക്കുന്ന അത് ആ പെർഫ്യൂമറുടെ കഴിവാണ്. ആ ഫ്രാഗ്രൻസ് കണ്ടുപിടിക്കുക, അത് ഉണ്ടാക്കിയെടുക്കുക, അതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ആ ഒരു പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യിപ്പിച്ച് അതിന് പ്രസിദ്ധി ഉണ്ടാക്കിയെടുക്കുക. ഇതിനകത്തല്ല ഒരുപാട് എഫർട്ടുണ്ട്. അതാണ് ഒരു പെർഫ്യൂമറുടെ കഴിവെന്ന് പറയുന്നത്. ക്ലോൺസ് ഉണ്ടാക്കുന്നത് ഒരു പെർഫ്യൂമറുടെ കഴിവായിട്ട് ഞാൻ ഒരിക്കലും പറയുകയില്ല. സ്വന്തം ക്രിയേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും അവരുടെ കഴിവെന്ന് പറയുന്നത്. അങ്ങനെയുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പെർഫ്യൂമേഴ്സിൽ ഒരാളാണ് നമ്മുടെ ഫ്രാൻസിസ് കുർജിയാൻ. മറ്റേതൊക്കെ പിന്നെ എൻ്റെ ജാക്ക് കവലിയർ ബെല്ലറ്റ്വുഡ് ഉണ്ട്, ക്വിൻ്റൻ ബിഷ് ഉണ്ട്, പിന്നെ നമ്മുടെ ആൽബർട്ടോ മൊറിയാസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്നിരുന്നാലും ഇവരൊക്കെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പെർഫ്യൂമേഴ്സ്. അപ്പം ഇതിൻ്റെ ആ ഒരു ഡ്രൈ ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു അംബറി വാനിലിക് ഡ്രൈ ഡൗൺ ആണ്. ഇതിൻ്റെ പ്രൊജക്ഷൻ നല്ല പ്രൊജക്റ്റ് ചെയ്യും. ഒരു 3.5 ഫീറ്റ് പ്രൊജക്റ്റ് ചെയ്ത് നന്നായിട്ട് കയറുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കോംപ്ലിമെൻസിൻ്റെ മഴയായിരിക്കും. നല്ലപോലെ കോംപ്ലിമെൻറ്റ്സ് എനിക്ക് മേടിച്ച് തന്നിട്ടുള്ള ഫ്രാഗ്രൻസ് ആയത്. ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്താ അടിക്കുന്നത്. പക്ഷേങ്കിൽ നിങ്ങൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ഫ്രാഗ്രൻസ് ധരിക്കാവുള്ളൂ. ഫോർമൽ ഒക്കേഷന് മാത്രമേ ഞാനിത് പറഞ്ഞു തരുള്ളൂ. പാർട്ടി ബേസ് എന്നാണ് ഇതിൻ്റെ തീമെങ്കിലും, അതായത് ഈ പാർട്ടിയിൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ പോണത് കുറച്ച് ഫോർമൽ ഡ്രസ്സൊക്കെ ധരിച്ച് അങ്ങനത്തെ പാർട്ടിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കച്ചറ പാർട്ടിയല്ല. അപ്പം അങ്ങനത്തെ പാർട്ടിയിൽ നിങ്ങൾ പോകുമ്പോൾ ആ ഒരു ഫോർമൽ ഡ്രസ്സും നല്ല അടിപൊളി ഒരു സ്യൂട്ടും ഒക്കെ ഉള്ള ഒരു അറ്റയറിൽ മാത്രമേ ഇത് അടിക്കാൻ കൊള്ളാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ രീതിയിലുള്ള ഒരുമാതിരി ഫോർമൽ ഡ്രസ്സിൻ്റെ കൂടെ അടിക്കാൻ പറ്റിയ ഫ്രാഗ്രൻസ് അത്രേ ഉള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിൽ സ്യൂട്ടൊന്നും ഇട്ട് നടക്കേണ്ട കാര്യം ആർക്കും ഇല്ല. കാരണം നമ്മുടെ നാട് ചൂടുള്ള നാടാണ്. അവിടുത്തെ ഡ്രസ് കോഡ് സ്യൂട്ടല്ല. നമ്മൾ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ചെയ്ത് നടക്കുന്നത്. ആ സമയത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ല ഫ്രാഗ്രൻസ് ആയത്. പിന്നെ കേരളത്തിൽ ഇതിൻ്റെ പെർഫോമൻസ്, കേരളത്തിൽ മിനിമം 6 hours പെർഫോം ചെയ്ത് കിട്ടുന്നുണ്ട്. 3.5 ഫീറ്റ് പ്രൊജക്ഷൻ ഉണ്ട്, നല്ല ലോഞ്ചിവിറ്റി ഉണ്ട്, സിയാഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ഫ്രാഗ്രൻസ് ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഫ്രാഗ്രൻസിൽ ഒരെണ്ണമാണ് ഈ കേരളത്തിൽ വെയർ ചെയ്യാനായിട്ടത്. പക്ഷേങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ഡേ ടൈമിൽ വെയർ ചെയ്യാൻ പാടില്ല. ഡേ ടൈമിൽ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടെ കുറയും. തണുപ്പുള്ള നൈറ്റുകളിൽ മാത്രമേ ഇത് വെയർ ചെയ്യാൻ പാടുള്ളൂ. തണുപ്പുള്ള നൈറ്റുകളിൽ നിങ്ങൾ രാത്രിയിൽ കല്യാണ ഫംഗ്ഷൻ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വെയർ ചെയ്ത് നിൽക്കാനായിട്ട് പറ്റിയ സാധനമാണ് കേട്ടോ. അത്രയാണ് ഫ്രാൻസിസ് കുർജിയാൻ്റെ ഇത് പറയുന്നത്. ഇതിൻ്റെ അംബർ വാനിലയും കൂടെ വന്നിട്ട് ആ ഒരു ടോങ്കമീനും കൂടെ പൊതിഞ്ഞുള്ള ഒരു മണമാണ്. അത് ഒരു സ്ലൈറ്റ്ലി ബാക്കിലൊരു ലിക്വറിഷ് സ്മെല്ല് പോലെ ഒരു സ്മെല്ലും കൂടെ ഉണ്ട്. അത് ആ പ്രൊജക്റ്റ് ചെയ്ത് എയർ കിട്ടുമ്പോൾ അതൊരു ഭയങ്കര സ്വീറ്റ് ലിക്വറിഷ് വനിലിക് മണമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ കോംപ്ലിമെൻറ്റ്സ് എല്ലാം കിട്ടുന്നത്. എയറിൽ ഈ ഫ്രാഗ്രൻസ് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് മണക്കുന്നത് കേട്ടോ. പിന്നെ ആ ഫ്രാഗ്രൻസിൻ്റെ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു 20,000 രൂപയോളം ആകും ഈ 70 ml ബോട്ടിലിന്. 20,000 അല്ലെങ്കിലുള്ളൂ, അതിന് മേളിൽ പോയാലേ ഉള്ളൂ. ഇനിയിപ്പം അത്രയൊന്നും മുടക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലേ, നിങ്ങൾക്ക് ഏതാണ്ട് സെയിം ജോണറിലുള്ള ഒരു ഫ്രാഗ്രൻസ് വേണം താനും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഫ്രാഗ്രൻസാണ് റോഷാസ് മസ്റ്റാഷ്. ഇതും ഈ പറഞ്ഞ പോലെ YSL ടക്സീഡോയുടെ ക്ലോൺ ആണെന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം റിവ്യൂ ചെയ്യാം. YSL ടക്സീഡോയുടെ ക്ലോൺ ആണെന്ന് പറയുന്നു. ഒരുപാട് വ്യത്യാസമുണ്ട് YSL ടക്സീഡോനേക്കാളും. എനിക്ക് പേഴ്സണലി YSL ടക്സീഡോനേക്കാളും ഇഷ്ടമായത് ഈ ഫ്രാഗ്രൻസ് ആണ്. ഇതൊരു പെർഫ്യൂമറുടെ ഓൺ ക്രിയേഷൻ തന്നെയാണ്. അല്ലാതെ ക്ലോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ ഒരു സെയിം ശ്രേണി വരുന്നതെന്നുള്ളൂ. അല്ലാതെ ഇത് പ്രത്യേകിച്ച് ഒരു ക്ലോൺ എന്നുള്ള രീതിയിലാണ്. നമുക്ക് 2 സ്പ്രേ കൊടുത്ത് നോക്കാം. പൗഡറി വനില അംബറി ഫ്രാഗ്രൻസ് ആണ് ഇതും. കുറച്ചൊരു റോസ് എലമെന്റ്സും സിട്രസ് എലമെന്റ്സും ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പം ഇപ്പം ഗ്രാൻഡ് സോവാറിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചൊരു നോട്ട്സ് കൊടുത്തിട്ട് അത് ഭയങ്കര എലഗൻ്റ് ആയിട്ട് സിന്തസൈസ് ചെയ്തിരിക്കും. ഇതിനകത്ത് കുറച്ചുകൂടെ നോട്ട്സ് ഉണ്ട്. ഈ ഗ്രാൻഡ് സോവാറിലൊക്കെ എല്ലാ നോട്ട്സും പുറത്ത് വിട്ടിട്ടുണ്ടോയെന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ
പെർഫ്യൂമറുടെ പേര് നതാലി ഗ്രേഷ്യ ചെറ്റോ. ദേ ഇവിടെ കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്, ഞാനതിലേ നോക്കുന്നത്. ഇതിനകത്തെ ഗ്രാൻഡ് സ്വാർ എന്നുള്ള വ്യത്യാസം, ഗ്രാൻഡ് സ്വാഡ് കുറച്ചുകൂടെ സ്വീറ്റ് ആൻഡ് ആ ഒരു ടൈപ്പ് ഓഫ് ഗുർമണ്ടിഷ് രീതിയിലേക്ക് പോകണം. ഇവിടെ സ്പൈസിനെസ് ഉണ്ട്. ഇതിനകത്ത് പിങ്ക് പെപ്പർ ഉണ്ട്, റോസ് ഉണ്ട്, പിന്നെ ബാക്കി പച്ചൂളിയാണ് താഴെ വരുന്നത്. അപ്പം നോക്കട്ടെ ഒന്നുകൂടെ. ബെൻസോയിൻ വനില പച്ചൂളി. ആ സ്പൈസി പച്ചൂളി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു അക്വാട്ടിക് ടൈപ്പ് ഓഫ് വൈബാണ് അതിന് വരിക. അതിൻ്റെ ആ ഒരു മണത്തിന് നമുക്ക് ആ ഒരു ഫീല് തരുന്നത് അക്വാ വൈബ്, അക്വാ ഫ്രാഗ്രൻസിൻ്റെ അല്ല, ആ ഒരു ടൈപ്പ് ഓഫ് സമ്മറി കൈൻഡ് ഓഫ് വൈബാണ് ആ പച്ചൂളിക്ക് വരുന്നത്. അത് ആ ഒരു ഇതും കൂടെ കൂടിയിട്ട് ഇത് സ്പൈസി അംബർ വനില ഫ്രാഗ്രൻസ് ആണ് ഈ സാധനം. മറ്റേ ഗ്രാൻഡ് സ്വാറിനകത്ത് അത്രയും സ്പൈസിനെസ് ഇല്ല. ഇത് സ്പൈസി അംബർ വനില ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ഒരുപാട് സ്വീറ്റ് ഫ്രാഗ്രൻസ് ഇഷ്ടമല്ല, കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുള്ള അംബറി ഫ്രാഗ്രൻസ് വേണം എന്നുള്ളവർക്ക് ഇത് മേടിച്ചാൽ മതി. ഇനിയിപ്പോൾ ഗ്രാൻഡ് സ്വാർ വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ അതിൻ്റെ ഡൂപ്പ് ഉണ്ട്, ലത്താഫയുടെ എറ്റേണൽ ഊതുണ്ട്, അത് ഞാൻ അടുത്ത ദിവസം റിവ്യൂ ഇടാം. ഗ്രാൻഡ് സ്വാറിൻ്റെ ക്ലോൺസ് കുറേ ഉണ്ട്, അത് നമുക്ക് റിവ്യൂ ചെയ്യാം. പക്ഷേ അത് ക്ലോൺസ് വാങ്ങിക്കാതെ ഞാൻ പറയുന്നത് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് വാങ്ങിക്കാനാണ്. ഇത് കോംപ്ലിമെൻസിൻ്റെ ആശാനാണ് ഈ സാധനം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് വാങ്ങിക്കാനേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഇത് കുറച്ചുകൂടി ഒരു ബെറ്ററാണ്. ഇതിന് ഒരു 5000 രൂപ റേഞ്ചൊക്കെ ആവും തോന്നുന്നു നമ്മുടെ നാട്ടിൽ. വെളിയിലുള്ളവർക്ക് കുറച്ചുകൂടെ വില കുറച്ച് കിട്ടും. പക്ഷേ എന്നിരുന്നാലും ഇത് ഈ പ്രൈസിന് വർത്താണ് ഈ ഫ്രാഗ്രൻസ്. നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ ഇഷ്ടം പോലെ തരുന്നൊരു ഫ്രാഗ്രൻസാണ്. രണ്ടും അംബറി വനിലിക് ഫ്രാഗ്രൻസ് ആണ്. ഇതൊരല്പം കൂടി സ്പൈസി ടേക്കാണ് എടുക്കുന്നത്. ഇത് ഭയങ്കര സ്വീറ്റ് ഗുർമാണ്ടിഷ് ടേക്കാണ് എടുക്കുന്നത്. ഇതിന് 20,000 രൂപയുടെ മേളിൽ വിലയുണ്ട്, ഇതിനൊരു 5000 രൂപയൊക്കെ ആവുള്ളൂ. അപ്പം പ്രൈസ് റേഞ്ചും എല്ലാ പെർഫോമൻസും എല്ലാം കൂടെ വെച്ചിട്ട് ഇവനാണ് ജയം. ഇവന് ഇത് ഇത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഇത് എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.